ഇങ്ങനൊരു കേസിൻ്റെ വിചാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി മാർച്ച് 2023 UK സന്ദർശനത്തിനിടയിൽ സവർക്കറിനെക്കുറിച്ച് അപമാനകരമായ പരാമർശം നടത്തി. ആ പരാമർശം സവർക്കറിനും കുടുംബത്തിനും മാനഹാനി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുവായ സത്യകി സവർക്കർ എന്ന് പറയുന്ന ഒരാൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു രാഹുൽ ഗാന്ധിക്കെതിരെ. കോടതി അത് ഫയലിൽ സ്വീകരിച്ചു. കാരണം ഇതിനു മുമ്പ് പ്രധാനമന്ത്രിക്കെതിരെ ഡീഫമേഷൻ കേസ് ഫയൽ ചെയ്ത് 2 വർഷം ശിക്ഷിച്ച് രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം അയോഗ്യമാക്കി ഒടുവിൽ സുപ്രീം കോടതിയുടെ സ്റ്റേയിലാണ് വീണ്ടും അദ്ദേഹം ഇലക്ഷന് മത്സരിച്ചത്. എന്നാൽ ഇവിടെ ഇത്തരമൊരു ഡീഫമേഷൻ കേസ് വന്നപ്പോൾ രാഹുൽ ഗാന്ധി അത് സ്വീകരിച്ചു. എന്നിട്ട് ഒരാവശ്യമുന്നയിച്ചു. ഞാൻ പറഞ്ഞ പശ്ചാത്തലം ചരിത്രരേഖകളാണ്, അതുകൊണ്ട് ഇതൊരു സമ്മോൺസ് ട്രയൽ ആക്കണം. സമ്മോൺസ് ട്രയൽ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കൂടി ട്രയലിൻ്റെ ഭാഗമാക്കണം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്നുള്ളതിൻ്റെ ചരിത്രപരമായ വസ്തുത കോടതിയെ ബോധിപ്പിക്കാൻ ഈ വിചാരണ കേവലം ഡീഫമേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഉപരിവിപ്ലവമായ വിചാരണയ്ക്കപ്പുറത്ത് കാര്യങ്ങൾ ആഴത്തിൽ വിലയിരുത്തപ്പെടുന്ന, രാജ്യം അറിയേണ്ട, നിയമജ്ഞർ അറിയേണ്ട, കോടതികൾ അറിയേണ്ട ഒരുപാട് വസ്തുതകൾ എനിക്ക് കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാനുണ്ട്. സാധാരണ ആരെങ്കിലും ആണെങ്കിൽ അത് സമ്മതിക്കുന്നതാണ്. കാരണം സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാളിനെ അപമാനകരമാം വിധം ഒരാൾ വിദേശത്ത് പരാമർശം നടത്തുമ്പോൾ അയാൾ പറഞ്ഞതിൻ്റെ ചരിത്രപരമായ വസ്തുത അങ്ങനെയാണെങ്കിൽ ഒന്ന് കൊണ്ടുവരട്ടെ എന്ന് വെക്കേണ്ടതാണ്. പക്ഷേ സത്യകി സവർക്കറിൻ്റെ കൗൺസിൽ ഇതിനെ അതിശക്തമായി കോടതിയിൽ എതിർത്തു. അത്തരം രേഖകളും വിവരങ്ങളൊന്നും കൊണ്ടുവരേണ്ടതില്ല, ഇതിൽ ഡീഫമേഷൻ ഉണ്ടോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. ഒടുവിൽ പൂനെ കോടതി ഏത് തരത്തിലുള്ള ട്രയൽ വേണമെന്ന് വിധി പറയാനായി മാർച്ചിലേക്ക് മാറ്റിവെച്ചത്രേ. സ്വന്തം ബന്ധുവിനെ അപമാനിക്കുമ്പോൾ എന്നാൽ ആ ചരിത്രം കൂടി ഒന്ന് കേൾക്കാം. അയാൾ പറയുന്ന വ്യാജമായ ചരിത്രങ്ങളാണോ, വ്യാജമായ പുസ്തകങ്ങളാണോ, വ്യാജമായ ഉദാഹരണങ്ങളാണോ, കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണോ, അതൊന്നും അറിയാൻ വാദിക്ക് യാതൊരു താല്പര്യവുമില്ല. വളരെ കൗതുകത്തോടെയാണ് ഇന്ന് ഈ വാർത്ത ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സാധാരണ പ്രതിയാക്കുന്ന ആൾ എതിർക്കപ്പെടേണ്ടതിന് പകരം വാദിയാകുന്ന ആൾ സമ്മതിക്കുന്നില്ലത്രേ. 2023 മാർച്ചിലാണ് ലണ്ടനിൽ വെച്ച് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പരാമർശത്തിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർ ആക്രമിക്കപ്പെടുന്നതിൽ സന്തോഷിക്കുന്ന ഒരു സവർക്കറെക്കുറിച്ച് പരാമർശം നടത്തിയത്. ഇപ്പോൾ വീർ സവർക്കറാക്കി പാർലമെൻറ്റിലും മറ്റുള്ള ഇടങ്ങളിലും അതുപോലെ പാഠപുസ്തകങ്ങളിലും ചരിത്രങ്ങളിലുമൊക്കെ സവർക്കർ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി അടുത്ത സമയത്ത് വിദേശ പര്യടനം നടത്തിയപ്പോൾ ഫ്രാൻസിലെത്തിയ ആ വേളയിൽ അദ്ദേഹം സവർക്കറിനെ മെൻഷൻ ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ എക്സ് പ്രൊഫൈലിൽ. എന്നാൽ ആ മെൻഷനിങ് കൗണ്ടർ പ്രൊഡക്റ്റീവായി മാറുകയും ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാനും തുടങ്ങി. സംഗതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിവാദവും ഉണ്ടാവുന്നത്. അദ്ദേഹം ഈ രാഹുൽ ഗാന്ധി എന്ന ആൾ സവർക്കറിനെക്കുറിച്ച് പറഞ്ഞ പരാമർശം അപമാനകരമായെന്നാണ് സത്യകി അശോക് സവർക്കർ എന്ന് പറയുന്ന വാദിയുടെ പ്രധാനപ്പെട്ട വിഷയം. അതിനാണ് അവർ കോടതിയെ സമീപിച്ചത്. മാനനഷ്ടത്തിന് അദ്ദേഹത്തിനെതിരെ ക്രിമിനലായും സിവിലായും കേസെടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രതിയായി കിട്ടുന്ന ഏത് കേസുകളും വളരെ ഗൗരവമാം വിധം ചില കീഴ്ക്കോടതികൾ പരിഗണിക്കാറുണ്ട്. അസം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞത് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ രാഹുൽ ഗാന്ധി ജയിലിലായിരിക്കുമെന്നാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവായതുകൊണ്ടോ മറ്റോ പിന്നെ അദ്ദേഹം ആ വഴിക്ക് മെനക്കെട്ടില്ല. ഏതായാലും ഈ കേസ് വിചാരണയ്ക്ക് വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് ഹി വോണ്ട്സ് ടു ബ്രിങ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഓൺ റെക്കോർഡ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചരിത്രപരമായ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ എന്നെ അനുവദിക്കണം. വെറുതെ ഫാസ്റ്റ് ട്രാക്കായി ഞാൻ പറഞ്ഞ ഡീഫമേഷൻ്റെ പരിധിയിൽ മാത്രം വരുന്നതിന് പകരം ഒരു സമ്മൺ ട്രയലായി ഈ ചരിത്രപരമായ രേഖകളൊക്കെ അവലോകനം ചെയ്യുന്ന ഒരു കേസായി ഇതിനെ പരിഗണിക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെ കൗൺസിൽ കോടതിയിൽ ആവശ്യപ്പെട്ടു. ആരാണെങ്കിലും സമ്മതിക്കാറുണ്ട്. കാരണം അങ്ങനെയുള്ള ഭാഗത്ത് ശക്തമായ തെളിവുകളും അല്ലെങ്കിൽ വ്യാജ പുസ്തകങ്ങളുമൊക്കെയാണ് പലരും എഴുതിയിരിക്കുന്നതെന്ന് അവകാശപ്പെടുമ്പോൾ
അതൊന്ന് കാണട്ടെ എന്ന് പറയേണ്ടതാണ് വാദിനി. പക്ഷേ വാദിയായ ആൾ അതിന് സമ്മതിക്കുന്നില്ല. എന്നുവെച്ചാൽ ചരിത്രപരമായ ഒരു രേഖയും കാണണ്ട. അങ്ങനെ കണ്ടാൽ ചിലപ്പോൾ വാദി പ്രതിയാവുകയും പ്രതിവാദിയാവുകയും ചെയ്യുന്നതിനെ ഭയപ്പെട്ടാണോ അതിന് സമ്മതിക്കാത്തതെന്നറിയില്ല. ഏതായാലും അതിശക്തമായി ഈ സത്യകി അശോക് സവർക്കറിൻ്റെ അഡ്വക്കേറ്റ് കോടതിയിൽ കഠിനമായി എതിർത്തു. അദ്ദേഹം പറഞ്ഞത് ഇത് പ്രതിയുടെ ഈ കേസിൻ്റെ ഫോക്കസ് തെറ്റിക്കാനുള്ള ശ്രമമാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് അപമാനകരമാണോ അല്ലയോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി, അതിനപ്പുറത്ത് ചരിത്രം പരിശോധിക്കേണ്ട കാര്യമില്ലെന്നാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൗൺസിൽ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻസാണ്. അത് അപമാനകരമാണോ അല്ലയോ എന്നതിന് അദ്ദേഹം അവലംബിച്ചിരിക്കുന്നതും ഈ ചരിത്രപരമായ തെളിവുകളാണ്. അതുകൊണ്ട് മുഴുവൻ ചരിത്രപരമായ തെളിവുകളും ഈ കോടതിയിൽ അവതരിപ്പിക്കാൻ പ്രതിയായ രാഹുൽ ഗാന്ധിക്ക് അവസരം നൽകണം എന്നതാണ് ആവശ്യം. കോടതി വിധി പറയാനായി മാറ്റിവെച്ചു. എന്താകും വിധി എന്നുള്ളത് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. ഇനി മറ്റെന്തെങ്കിലും വിധിയാകുമോ എന്നുള്ളതും അറിയണമെങ്കിൽ മാർച്ച് മാസം വരെ കാത്തിരിക്കണം. എന്നാലും ബാർ ആൻഡ് ബെഞ്ച് എന്നൊക്കെ പറയുന്ന നമ്മുടെ ലീഗൽ വെബ്സൈറ്റുകൾ പറയുന്നത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു രേഖ സമർപ്പിക്കേണ്ടതില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്.